ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമ്മുടെ ജീവിതത്തിലെ മോശ സമയം കഴിഞ്ഞു. ഇനി നമ്മൾ അങ്ങോട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ പോവാ. അത് നടത്തി തരണമെന്ന് തന്റെ ഭഗവാനോടൊന്ന് പ്രാർത്ഥിക്കുക. താലി കെട്ടിയവളാണ് ഭാര്യയെങ്കിൽ ഞാൻ താലി കെട്ടിയവളാവണ്ടേ എന്റെ ഭാര്യ? അങ്ങനെയാണെങ്കിൽ ഈ നിൽക്കുന്ന രാധികയല്ലേ എന്റെ ഭാര്യ? എന്താമേ, കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്ന ആ രഹസ്യ കച്ചവടം ഒരിക്കലും ഞാൻ അറിയില്ലെന്ന് കരുതിയോ? ഇവളുടെ കഴുത്തിലല്ല ഞാൻ താലി കെട്ടിയതെങ്കിൽ അമ്മ വിശ്വസിക്കുന്ന ദൈവങ്ങളുടെ പേരിൽ അമ്മ ആണയിട്. നീ കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചതുകൊണ്ടോ പത്മിനിയും ഉർവശിയും കൽപ്പനയും ഒന്നിച്ച് ശ്രമിച്ചതുകൊണ്ടോ വരുൺ പ്രിയങ്കയെ സ്നേഹിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവന്റെ മനസ്സിൽ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. അവൻ താലി കെട്ടിയ പെണ്ണിനെയല്ലേ അവൻ സ്നേഹിക്കേണ്ടത്? അവളെയല്ലേ സംരക്ഷിക്കേണ്ടത്? കൃഷ്ണ, ആർക്കും ഒരു ദോഷവും വരുത്തല്ലേ. എല്ലാവർക്കും സമാധാനം കൊടുക്കണേ. പ്രിയങ്കയുടെ ജീവിതത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ദേവനാരായണൻ പിന്നെ ജീവിച്ചിരിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഓർമ്മയുണ്ടല്ലോ, കണിമംഗലത്തു നിന്നും പ്രിയങ്ക പടിയിറങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോ ദേവനാരായണൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. നിനക്ക് നിന്റെ വളർത്തുമകളെ സന്തോഷിപ്പിക്കണം, അവളെ കൈപിടിച്ചു കൊടുക്കണം. പക്ഷെ കൈപിടിച്ചു കൊടുക്കുമ്പോ ഒന്ന് മനസ്സിലാക്കിക്കോ, ദേവനാരായണന്റെ ജീവനാ വില പറയുന്നത്. മുത്തശ്ശി പറഞ്ഞതെല്ലാം എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാ. ആറ്റോശ്ശേരിന്ന് ഒരിക്കലും എനിക്ക് അനുകൂലമായൊരു തീരുമാനം ഉണ്ടാവില്ല. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ രാധികയും അതനുസരിക്കും. ഈ അവസ്ഥയിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല. എങ്ങോട്ടെങ്കിലും പോയേ പറ്റൂ.